പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ ആലിപ്പറമ്പ്, താഴേക്കോട്, മേലാറ്റൂർ, വെട്ടത്തൂർ പഞ്ചായത്തുകളിൽ UDF സ്ഥാനാർത്ഥി നജീബ് കാന്തപുരം ലീഡ് ചെയ്യുമെന്ന കണക്കുകൂട്ടലിലാണ് UDF ക്യാമ്പിലെ പ്രതീക്ഷ. പുലാമന്തോൾ, ഏലംകുളം പഞ്ചായത്തുകളിലും നഗരസഭയിലും LDF സ്ഥാനാർത്ഥി VP മുഹമ്മദ് ഹനീഫ ലീഡ് നേടുമെന്ന് LDF വൃത്തങ്ങളും പ്രതീക്ഷിക്കുന്നു. ആരുടെ ലീഡ് ആര് മറികടക്കുമെന്നാണ് പ്രവർത്തകരും വോട്ടർമാരും ഉറ്റുനോക്കുന്നത്. മെയ് 4 വരെ ആകാംക്ഷയോടെയുള്ള കാത്തിരിപ്പാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും ലോക്സഭ, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ലീഡ് നില മാറിമറിഞ്ഞത് പെരിന്തൽമണ്ണയുടെ ചരിത്രമാണ്. ഈ ചരിത്രം ആവർത്തിക്കുമോ എന്നാണ് മണ്ഡലത്തിലെ ഇരു മുന്നണികളും ഉറ്റുനോക്കുന്നത്. ആലിപ്പറമ്പ്, താഴേക്കോട്, വെട്ടത്തൂർ, മേലാറ്റൂർ പഞ്ചായത്തുകളിൽ നജീബ് കാന്തപുരം ലീഡ് ചെയ്യുമെന്ന് UDF ക്യാമ്പിൽ വലിയ പ്രതീക്ഷയാണ് ഉള്ളത്. പുലാമന്തോൾ, ഏലംകുളം പഞ്ചായത്തുകളിലും നഗരസഭയിലും VP മുഹമ്മദ് ഹനീഫ ലീഡ് ചെയ്യുമെന്ന് LDF മുന്നണിക്കും പ്രവർത്തകർക്കും വലിയ പ്രതീക്ഷയാണ് ഉള്ളത്. 2 പഞ്ചായത്തിലെയും നഗരസഭയിലെയും വോട്ടുകൾ കൊണ്ട് UDF മുന്നിലെത്തുന്ന 4 പഞ്ചായത്തുകളിലെ ഭൂരിപക്ഷത്തെ മറികടക്കാൻ ആകുമോ എന്നാണ് LDF ക്യാമ്പുകളിലെ ചർച്ച. ഈ 4 പഞ്ചായത്തുകളിൽ UDF നേടുന്ന വോട്ടുകൾ കൊണ്ട് LDF ലീഡ് ചെയ്യുന്ന നഗരസഭയിലെയും 2 പഞ്ചായത്തിലെയും ഭൂരിപക്ഷത്തെ മറികടക്കാനാകുമെന്നാണ് UDFന്റെ പ്രതീക്ഷ. VP മുഹമ്മദ് ഹനീഫയുടെ നാടായ പുലാമന്തോളിൽ വലിയ ഭൂരിപക്ഷം LDF പ്രതീക്ഷിക്കുന്നു. ഈ ഭൂരിപക്ഷം 1500ലേക്ക് ചുരുങ്ങുമെന്നാണ് UDF അണികളുടെ കണക്കുകൂട്ടൽ. വെട്ടത്തൂരിലും മേലാറ്റൂരിലും UDFന്റെ ലീഡ് ചുരുങ്ങുമെന്ന് LDFും കണക്കുകൂട്ടുന്നു. ഭരണവിരുദ്ധ വികാരവും നജീബ് ഇഫക്റ്റും അനുകൂലമാകുമെന്ന് UDF വിലയിരുത്തുന്നുണ്ട്. സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ അനുകൂലമാകുമെന്ന പ്രതീക്ഷയാണ് LDFിനുള്ളത്. ബൂത്ത് പഞ്ചായത്ത് ലെവൽ വോട്ടുകളുടെ കണക്കുകൾ അടുത്ത ദിവസം മണ്ഡലം കമ്മിറ്റിയെ ഏൽപ്പിക്കും. തുടർന്ന് വിജയ-പരാജയ സാധ്യതകൾ വിലയിരുത്തും. വിലയിരുത്തലുകൾ എന്തായാലും യഥാർത്ഥ ഫലം മെയ് 4 വ്യക്തമാകും. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. പോളിംഗ് ശതമാനം ഉയർന്ന പെരിന്തൽമണ്ണ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളേക്കാൾ കൂടിയ പോളിംഗ് ശതമാനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. 80.25% മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം ഉയർന്നത് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണികൾ. സംസ്ഥാനത്ത് പോളിംഗ് ശതമാനം ഉയർന്നത് ഇരു മുന്നണികളും ശക്തമായ പോരാട്ടം നടന്ന പെരിന്തൽമണ്ണ മണ്ഡലത്തിലും പ്രതിഫലിച്ചു. ഇത്തവണ പോളിംഗ് ശതമാനത്തിൽ വൻ വർധനവാണ് പെരിന്തൽമണ്ണയിൽ ഉണ്ടായിരിക്കുന്നത്. 80.25% കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെയും അപേക്ഷിച്ച് 80.25%. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് പോളിംഗ് 80% മുകളിലേക്ക് ഉയർന്നതിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ച സജീവമാണ്. 2016 77.25% പോളിംഗ്. 2021 തിരഞ്ഞെടുപ്പിൽ 74.66 പോളിംഗ് ശതമാനം. രാഷ്ട്രീയ നിലപാടുകൾക്കപ്പുറം സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ ജനങ്ങളെടുത്ത തീരുമാനം തന്നെയാണ് വോട്ടുകൾ വർദ്ധിച്ചതിന് മുഖ്യ കാരണം. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വിഷയം ഉയർന്നതിനു ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ കൂടുതൽ പേരെ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചതും നിർണായക ഘടകമായി വിലയിരുത്തപ്പെടുന്നു. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വിഷയം ഉയർന്നതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ കൂടുതൽ പേരെ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചതും നിർണായക ഘടകമായി വിലയിരുത്തപ്പെടുന്നു. LDF, UDF മുന്നണികൾ ശക്തമായ സ്ഥാനാർത്ഥികളെ തന്നെ രംഗത്തിറക്കി. BJP സ്ഥാനാർത്ഥിയും NDAയും മുമ്പെങ്ങുമില്ലാത്ത വിധം പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പോളിംഗ് ശതമാനം കൂടിയത് തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് ഇരു മുന്നണികളുടെയും വാദം. വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.